ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ് ചെയ്യാനാണ് വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ആൻഡ് എല്ലാവർക്കും ഇവിടെ വെൽക്കം. അപ്പോൾ പൈസീസ്, നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എൻഡിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താണ്? പൈസീസ്, 9 of Wands, Eight of Wands, Page of Pentacles and Six of Swords. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? Knight of Wands, Ace of Cups, Four of Cups and Queen of Cups. നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി ഈ സമയത്ത് Six of Pentacles. അപ്പോൾ പൈസീസ്, ഇവിടെ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. Six of Pentaclesൽ ഒരു പേഴ്സൺ എനർജി കൊടുക്കുന്നുണ്ട്, മറ്റേ പേഴ്സൺ റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ റെസിപ്രോക്കൽ എനർജി ഇല്ല. അപ്പോൾ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. അതാണ് ഇപ്പോഴത്തെ മ്യൂച്വൽ എനർജി. 9 of Wands നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ 9 of Wands ഒരു ഡിഫെൻസീവ് എനർജിയാണ്. നിങ്ങൾ കുറേ മുമ്പെയും റിലേഷൻഷിപ്സിൽ ഇങ്ങനത്തെ തന്നെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും ഗിവർ ആണ്. ഏതും റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് എപ്പോഴും എഫേർട്ട് ഇടുന്നത്, നിങ്ങളാണ് എപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കണത്, നിങ്ങളാണ് എപ്പോഴും ഇമോഷണലി എക്സ്പ്രെസ് ചെയ്യണത്. നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്സിലും ഈ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കുറേ ഇൻട്രസ്റ്റ് കാണിക്കും, പക്ഷേ മറ്റേ പേഴ്സൻ്റെ സൈഡിന് ഈതർ ഈക്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഓർഎൽസ് അവർ എക്സ്പ്രെസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഹേർട്ട് ആയിട്ടുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ആയിട്ടുണ്ട്. അതല്ലാണ്ടും കുറേ ഇഷ്യൂസ് മുമ്പത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ എനർജി കുറച്ചൊരു ഡിഫെൻസീവ് ആയിപ്പോയി. നിങ്ങളുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, നിങ്ങളുടെ ഫീലിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യൂല ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൻ്റെ എനർജി Knight of Wands ആണ്. കുറേ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ, കുറേ ഒരു പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സണും ആവാം. കുറേ പാഷനറ്റ് ആണ് ഈ പേഴ്സൺ, പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ഓക്കെ, മേ ബി ഈ പേഴ്സൺ കുറേ ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സണും ആവാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അവരൊരു സ്റ്റേബിലിറ്റി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ രണ്ടാളുടെയും ലൈഫിൽ ഞാൻ കുറേ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. കുറേ ഫ്ലേർട്ടിങ് ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ് ഈ പേഴ്സൻ്റെ സൈഡിന്. അവർക്കും ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫോർവേഡ് മൂവ്മെൻറ്റും കമ്മ്യൂണിക്കേഷൻ കാണുന്നത്. രണ്ടും സൈഡിന് ഈക്വൽ എനർജിയാണ്. നിങ്ങളുടെ സൈഡിന് നിങ്ങൾ കുറച്ചുകൂടിയും സീരിയസ് ആണ്. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്. നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് എപ്പോഴും നോക്കണത്. ഈ പേഴ്സൻ്റെ സൈഡിന് ഒരു ചെറിയ ഓഫർ വന്നിട്ടുണ്ടാവും, പക്ഷേ ഈ പേഴ്സൺ അഗൈൻ ഞാൻ അത്ര ഇൻട്രസ്റ്റ് ഈ പേഴ്സൻ്റെ സൈഡിന് കാണുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റ് വേഗം ഓൺ ആൻഡ് ഓഫ് ആവുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ്. Six of Swords, നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഞാൻ പറഞ്ഞ മാതിരി മുമ്പേയും അത്ര സ്റ്റഡി ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഫൈനലി നിങ്ങളത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, സ്റ്റേബിൾ കാമോ വാട്ടേഴ്സിൻ്റെ ഡിറക്ഷനിൽ പോകണം എന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യില്ല, ഇങ്ങനെ എത്രയും അൺപ്രെഡിക്റ്റബിൾ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഫൈനലി ഈ പേഴ്സണോട് ഒരു ഡെഫിനറ്റായി ഒരു ഡിസിഷൻ എടുക്കാൻ പറയും. ആൻഡ് ആ പേഴ്സൻ്റെ എന്താ ഡിസിഷൻ വെച്ചാൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോവുക. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തരുന്നില്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണിനെ വിട്ടിട്ടും മുമ്പോട്ട് പോകാൻ റെഡിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത് ആൻഡ് സ്റ്റെബിലിറ്റി. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കണത്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കെയർ ഉണ്ട്, ലവ് ഉണ്ട്. എന്ന് വെച്ചാൽ ക്വീൻ ഓഫ് കപ്സ് ഒരു കുറേ ഇമോഷണൽ
പേഴ്സണാണ്, കുറേ കെയറിങ് ലവിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, അങ്ങനെയാണ് അവർ നിങ്ങളെ നോക്കണത്. പക്ഷേ ഈ പേഴ്സൻ്റെ അറിയില്ല, എന്തോ ഒരു ഓഫ് മാതിരി പറഞ്ഞാൽ ഒരു സ്റ്റഡി എനർജി അല്ല ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്യാം. ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്തിനാണ് മ്യൂച്വൽ എനർജി? 6 ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ആരോ ഞാൻ പറഞ്ഞ മാതിരി കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. 9 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? സ്ട്രെങ്ത്. അപ്പം നിങ്ങൾ കുറേ ഞാൻ പറഞ്ഞ മാതിരി ചാലഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായി പാസ്റ്റ് റിലേഷൻഷിപ്സിലും. പക്ഷെ നിങ്ങൾ ആ ചാലഞ്ചസിനെയൊക്കെ കുറേ സ്ട്രോങ് ആയിട്ട് ബ്രേവ് ആയിട്ട് ഓവർകം ചെയ്തിട്ടാണ് ഈ സ്റ്റേജിൽ എത്തിയാണ്. അപ്പോൾ കുറച്ചൊരു പേടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ആ പാസ്റ്റിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് ആ പേടി തരും. ഇപ്പോൾ ഫ്യൂച്ചറിലും അങ്ങനെ ഉണ്ടാവുമോ എന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ സൈഡിനും അത്ര സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറേ പേഷ്യൻ്റ്ലി ആൻഡ് കുറച്ച് ഇതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഈ പേഴ്സൻ്റെ എനർജി, ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരുമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഈ പേഴ്സൺ അങ്ങനെ ബിഹേവ് ചെയ്യണത്. 5 ഓഫ് വാൻഡ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലാച്ചാൽ അവർ വേറൊരു റിലേഷൻഷിപ്പിലാണ്. ആൻഡ് അതുകൊണ്ടാണ് മേ ബി നിങ്ങൾക്ക് ഇത് അറിയാം, അതുകൊണ്ടാണ് നിങ്ങളും കുറേ പേഷ്യൻ്റ്ലി ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നോക്കണേ. 8 ഓഫ് വാൻഡ്സ് ഇവിടെ, 8 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിന് വാക്ക് അവേ ചെയ്യാനും ട്രൈ ചെയ്യും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പിൽ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി തരില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിന് പറഞ്ഞ ഒരു സ്റ്റേബിൾ അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ട്. ഈ പേഴ്സൻ്റെ സൈഡിന് ഏസ് ഓഫ് കപ്സ് ആണ്, കിങ് ഓഫ് കപ്സ്, സ്കോർപ്പിയോ എനർജി ആൻഡ് 7 ഓഫ് കപ്സ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യണ്ടെന്ന് അവർക്ക് അറിയില്ല. അവരുടെ സിറ്റുവേഷൻ തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് വേറെ ആരുമുണ്ട്, ഓറൽസ് അവർ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതല്ലാണ്ട് അവർക്ക് അറിയാം നിങ്ങൾക്കും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അവർ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അറിയാം അത് അൺഫെയർ ആണ്. അപ്പോൾ അവർ കുറച്ച് മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ജസ്റ്റിസ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു സീരിയസ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. ആൻഡ് അങ്ങനെയാണ് നിങ്ങൾ പോകണത് മുമ്പോട്ട് ഏതും റിലേഷൻഷിപ്പിൽ. അത് നിങ്ങൾ എപ്പോഴും ക്ലിയർ ആക്കും, അതെനിക്ക് ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, ഇല്ലാച്ചാൽ ഇങ്ങനെ കാഷ്വൽ തേർഡ് പാർട്ടി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റിസ് ഇവിടെ ലീബ്ര എനർജിയാണ്. 4 ഓഫ് കപ്സ് ഈ പേഴ്സൻ്റെ എനർജി, പേജ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു ഡൈ ഡൗൺ ആയിട്ടുണ്ടാച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും, അവർ റീകൺസൈൽ ചെയ്യാൻ നോക്കും. എന്നുവെച്ചാൽ അവർക്ക് ഈ ഡിസ്റ്റൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു അപ്പോളജി കൊണ്ടുവരണ്ട ഇവിടെ. അപ്പോൾ 6 സോഡ്സ് നിങ്ങളുടെ സൈഡിൽ ടവർ. ഈ ടവർ എന്താണ്? 8 ഓഫ് സോഡ്സ്. നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയിലായിരുന്നു ഈ പേഴ്സൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഫൈനലി ഒരു ഡിസിഷനാണ് എടുക്കുന്നത്, അത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യില്ല എന്ന്. ഈ പേഴ്സൺ തിരിച്ചു വന്നാലും നിങ്ങൾ ചിലപ്പോൾ അത് അഗ്രി ചെയ്യില്ല. ഈ പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്കാണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഒരു ഡിസിഷനും എടുക്കില്ല ആൻഡ് നിങ്ങളെയും ഒരു സ്റ്റാഗ്നൻറ്റ് റിലേഷൻഷിപ്പിലാണ് വെക്കാൻ അവരുടെ പ്ലാൻ. അപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി ആവില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ കുറേ ഒരു അൺഎക്സ്പെക്റ്റഡ്ലി ഒരു എൻഡിങ്, ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണോടും അതാണ് പറയണത്, അത് ഇത് വർക്കൗട്ട് ചെയ്യില്ലാണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ്, ഈ പേഴ്സൺ അത് കേട്ടിട്ട് കുറേ ഷോക്ക്ഡ് ആവും. എന്നുവെച്ചാൽ അവരത് എക്സ്പെക്റ്റ് ചെയ്യില്ല. എംപറർ ഏരീസ് എനർജി ആൻഡ് 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഈ പേഴ്സൺ ഒരു ക്രോസ് റോഡ്സിലാണ്. എന്നുവെച്ചാൽ അവർക്ക് അറിയാം നിങ്ങൾക്ക് 2 ചോയ്സസ് ഉള്ളൂ, അവർക്ക് 2 ചോയ്സസ് ഉള്ളൂ.
അവർ ഈതർ നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യുക, അല്ലാച്ചാൽ അവർ വാക്ക് അവേ ചെയ്യുക. അപ്പോൾ ആദ്യം അവരിങ്ങനെ ഇവാലുവേറ്റ് ആണ് ചെയ്യണത്, എന്താ ചെയ്യണ്ടേന്ന്. അതാണ് അവരുടെ ഒരു അവരുടെ ഒരു ക്രോസ് റോഡ്സിൽ ഇപ്പോൾ. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവുക? സ്റ്റാർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്, അക്വേരിയസ് എനർജിയാണ് ഇത്. ക്വീൻ ഓഫ് സോർഡ്സ്. അവർക്കറിയാം നിങ്ങൾ കുറേ അപ്സെറ്റാണ്, നിങ്ങൾ കുറേ ക്ലിയറായി നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പേഴ്സൺ അറിയാം അവർക്ക് ആക്ച്വലി ഒരു ഫോർഗിവ്നെസ് ആണ് വേണ്ടത്, വേറൊരു ചാൻസ്, സെക്കൻഡ് ചാൻസ് ആണ് വേണ്ടത് നിങ്ങളുടെ കൂടെ. പക്ഷെ നിങ്ങൾ കുറേ ഫേം ആയിട്ടാണ് ഈ പേഴ്സണോട് പറയണത്. അത് ഈതർ നിങ്ങൾ എൻ്റെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാച്ച എന്നെ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ കുറേ ക്ലിയർ ആണ്. ചില കേസസിൽ നിങ്ങൾ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അതല്ലച്ചാൽ ഇതൊരു കുറേ ഒരു പ്രാക്ടിക്കൽ മൈൻഡഡ് പേഴ്സൻ്റെ എനർജിയാണ്. ഔട്ട്കം ഇവിടെ വേൾഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് എൻ്റെ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഈതർ ഈ റിലേഷൻഷിപ്പ് എൻഡായിട്ട് നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോണത്, ഓറൽസ് ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരാണ് ചെയ്യണത്. ഇവിടെ ഒരു 9 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ തിരിച്ചു വരും ആൻഡ് നിങ്ങളുടെ കണ്ടീഷൻസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വരും. ആദ്യം ഇവിടെ ഏരീസ് എനർജിയാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്. 2 ഓഫ് കപ്സ്. ഇവിടെ കുറേ ലവ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഇവിടെ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ലവ് ഉണ്ട്. 9 ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്, പക്ഷേ ഔട്ട്കം ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. കുറച്ചൊരു സെപ്പറേഷൻ ഉണ്ടാവും, പക്ഷെ അതൊരു ടെമ്പററി സെപ്പറേഷൻ ആണ്. എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ റിയലൈസ് ചെയ്യും അവർക്ക് നിങ്ങളെ ഇല്ലാണ്ട് ലൈഫ് പറ്റില്ല എന്ന്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി തിരിച്ചു വരും. അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു റീഡിംഗ് ആവും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ റെസൊനേറ്റ് ആവില്ല എല്ലാവരുടെയും കൂടെ. അപ്പോൾ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ഇല്ലച്ചാൽ വെബ്സൈറ്റ് ത്രൂ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇമെയിൽ വെബ്സൈറ്റ് എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.